നമസ്കാരം. എല്ലാ ഭൗതിക വസ്തുക്കളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കുന്നതാണ്. ഹൈന്ദവ ആചാരപ്രകാരം സൃഷ്ടിയുടെ അധിപനായ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ടതും പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും പൂണൂൽ, ഗ്രന്ഥം, കുട, ദണ്ഡ്, അഷ്ടഗന്ധം, കലശം, മുഴക്കോൽ, ചിത്രപ്പുല്ല് എന്നിവയോടുകൂടി ജനിച്ച വിശ്വകർമാവിന് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത ഒന്നാണ് വാസ്തുശാസ്ത്രം അഥവാ തച്ചുശാസ്ത്രം എന്നറിയപ്പെടുന്നത്. ഒരു വീട് വാസയോഗ്യം ആകുവാൻ ആ ഗൃഹം വാസ്തുപരമായി ശരിയാകേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ ദർശനം അനുസരിച്ച് ചില സാരമായ മാറ്റങ്ങൾ വന്നേക്കാം. എന്നിരുന്നാലും വാസയോഗ്യമായ വീട്ടിൽ താമസിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഭാഗ്യം എന്നിവ വന്ന് ചേരുന്നതാകുന്നു. ഒരു വീടിന്റെ പ്രധാന ഘടകമായ അടുക്കളയിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വന്ന് ചേരാവുന്നതാണ്. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വായുദേവൻ, അഗ്നിദേവൻ, വരുണദേവന്മാരും ഗണപതി ഭഗവാനും അന്നപൂർണേശ്വരി ദേവിയും ലക്ഷ്മി ദേവിയുടെയും വാസസ്ഥാനമാണ് എന്ന് തന്നെ പരാമർശിക്കാം, അഥവാ കുടികൊള്ളുന്നു എന്നതാണ് വാസ്തവം. ഒരു കുടുംബത്തിന്റെ ആരോഗ്യം, ആയുസ് എന്നിവ തീരുമാനിക്കുന്ന സ്ഥലം എന്ന പ്രത്യേകതയും അടുക്കളയ്ക്കുണ്ട്. അതിനാൽ തന്നെ അടുക്കളയ്ക്ക് അത്രമേൽ പ്രാധാന്യം നാം ഏവരും നൽകേണ്ടതായിട്ടുണ്ട്. അതിനാൽ ചില തെറ്റുകൾ ഒരിക്കലും അടുക്കളയിൽ പാടുള്ളതല്ല. അതേക്കുറിച്ച് ആദ്യമേ ചില കാര്യങ്ങൾ പരാമർശിക്കാം. നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും അടുക്കളയിൽ അഗ്നിയും ജലവും അടുത്തടുത്തായി പാടില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു. അതായത് അടുപ്പിന്റെ തൊട്ടടുത്തായി തന്നെ പൈപ്പ് വരുന്നത് അല്ലെങ്കിൽ ടാപ്പ് വരുന്നത് ദോഷകരമാകുന്നു. അതിനാൽ ഒരു മറയെങ്കിലും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മുറം, അരിപ്പാത്രം എന്നിവ ഒരിക്കലും പൊടി പിടിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവ പൊടി പിടിക്കുന്നത് ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും മൂദേവി സാന്നിധ്യം വന്നു ചേരുന്നതിനും ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം നഷ്ടമാകുന്നതിനും കാരണമായി തീരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. ചെരുപ്പ്, മരുന്ന്, അനാവശ്യമായ സാധനങ്ങൾ, അതായത് അടുക്കളയിൽ ആവശ്യമില്ലാത്തതായ സാധനങ്ങൾ ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇവ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി തീരും. പലരും ചൂല് അടുക്കളയിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ പാടുള്ളതല്ല. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് എങ്കിൽ പോലും അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ എപ്പോഴും അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വേസ്റ്റ് ഒരിക്കലും തുറന്ന് വയ്ക്കരുത് എന്ന കാര്യത്തിനും പ്രാധാന്യം നൽകണം. പൊട്ടിയ പാത്രങ്ങൾ, വക്ക് പൊട്ടിയ പാത്രങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയോ മാറ്റി വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എച്ചിൽ പാത്രങ്ങൾ പാടുള്ളതല്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കി അഥവാ ശുദ്ധിയാക്കി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. മഞ്ഞൾ, കടുക്, ഉപ്പ്, അരി എന്നിവ ഒരിക്കലും കഴിയരുത് എന്നാണ് പറയുക. കഴിഞ്ഞതിന് ശേഷം വാങ്ങാം എന്ന കാര്യം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അതിനു മുൻപായി തന്നെ എപ്പോഴും വാങ്ങി നിറച്ച് വയ്ക്കേണ്ടത് അനിവാര്യമാണ്. എപ്പോഴും മുക്കാൽ ഭാഗമെങ്കിലും ഉണ്ടാകണം എന്നാണ് പറയുക. അതിനാൽ ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനും സാമ്പത്തികപരമായ ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാതിരിക്കുവാനും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ, അതായത് ശരിയായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഇനി പരാമർശിക്കാനായി പോകുന്നത് താന്ത്രികപരമായ ഒരു പരിഹാരത്തെക്കുറിച്ചാകുന്നു. തീർച്ചയായും ഈ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരൂ. അനേകം ഫലങ്ങൾ നൽകുന്നതായ ചെറിയ ഒരു പരിഹാരമാണ് ഇത്. ആർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം.
നിങ്ങളുടെ അടുക്കളയുടെ കന്നിമൂലയിലാണ് ഈ കാര്യം ചെയ്യേണ്ടത്. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാകുന്നു. ഈ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലം സിദ്ധിക്കും എന്നാണ് പറയുക. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാണ്. ശേഷം മഞ്ഞൾ ജലമാണ് നിങ്ങൾ തളിക്കേണ്ടത്. മഞ്ഞൾ ജലം കൂടി തളിച്ച് ശുദ്ധിയാക്കുക. ഒരു ചില്ലുപാത്രം നിങ്ങൾ എടുക്കണം. ആ ചില്ലുപാത്രം ഒരിക്കലും കേടുപാടുകൾ സംഭവിച്ചത് ആകുവാൻ പാടുള്ളതല്ല. ഈ ചില്ലുപാത്രത്തിൽ 5 ഗ്രാമ്പു എടുക്കുക. അത് കേടില്ലാത്തവ തന്നെ വേണം. ഇവ ആ ചില്ലുപാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം കൂടി ഇട്ട് വയ്ക്കുക. ഈ പച്ചക്കർപ്പൂരം അലിഞ്ഞ് ഇല്ലാതാവുകയാണ് എങ്കിൽ അതിനുശേഷം ഒരു പച്ചക്കർപ്പൂരം കൂടി നിങ്ങൾ ഇടുക. 6 മാസം കൂടുമ്പോൾ ഈ ഗ്രാമ്പു മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. 6 മാസം കൂടുമ്പോഴാണ്. ആ ഡേറ്റ് കൃത്യമായി തന്നെ ഓർത്തു വയ്ക്കണം. ശേഷം ഈ ഗ്രാമ്പു ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ച ഉത്തമമാണ്. കാരണം മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ അഥവാ ലക്ഷ്മി പ്രീതിക്ക് ഉത്തമമായ ദിവസമാകുന്നു. കൂടാതെ ചൊവ്വ ദിവസവും ഉത്തമം തന്നെയാകുന്നു. ഈ 2 ദിവസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക. ഈ ദിവസം ചെയ്യുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭം. മറ്റു ദിവസങ്ങളിലും ചെയ്യാം. എന്നാൽ ഈ ദിവസത്തിന് പ്രാധാന്യമുള്ളതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. വൈകുന്നേരം വിളക്ക് വച്ചതിന് ശേഷം ആരും കാണാതെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. മറ്റുള്ളവർ പലപ്പോഴും വീടുകളിലേക്ക് വരുന്നതാണ്. അത് അയൽവക്കത്തുള്ളവരും വരാം. എന്നാൽ അവർ വരികയാണ് എങ്കിൽ പോലും കാണാത്ത വിധം ഇവ നിങ്ങൾ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ളവർ കാണുകയാണ് എങ്കിൽ, മറ്റുള്ളവർ അനാവശ്യമായി അല്ലെങ്കിൽ അറിയാതെയാണ് എങ്കിൽ പോലും തൊടുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ തന്നെ ശ്രദ്ധയോടെ ഈ കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അറിയാതെ പോലും ഇത്തരത്തിൽ ചെയ്യുന്നതായ കാര്യം മറ്റുള്ളവർ അറിയുവാൻ പാടുള്ളതല്ല. കുടുംബത്തിലെ അംഗങ്ങൾ ഒഴിച്ച് മറ്റാരും ഈ കാര്യം അറിയരുത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കൂ. നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതിനോടൊപ്പം ചൊവ്വ അതേപോലെ വെള്ളി ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുക. വെള്ളിയാഴ്ച വീടുകളിൽ നെയ്വിളക്ക് ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം വിളക്കിൽ ഒരു ഏലയ്ക്ക് കൂടി ഇട്ട് തെളിയിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഐശ്വര്യം ഇരട്ടിക്കുകയും ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീടുകളിൽ ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ധനപരമായ നേട്ടങ്ങളും ഐശ്വര്യവും ആ വീടുകളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക.